ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് അമ്മയുടെ ബി.പി ടെൻഷൻ കൂടാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനഃപൂർവ്വം അമ്മയുടെ കോളുകൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. എന്നാലും മുത്തശ്ശിയും എൻ്റെ കസിൻസിനോടും ഞാൻ അപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, അതും അമ്മ അറിയാതെ. ഇന്നിപ്പോൾ 5 വർഷങ്ങൾ പിന്നിടുന്നു ഞാൻ ഈ ഡേഗോ നഗരത്തിലേക്ക് വന്നിട്ട്. കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്കിടയിൽ മാറി മറിഞ്ഞെങ്കിലും ചെഞ്ചുവിനെ അന്വേഷിച്ചു കൊണ്ടുള്ള എൻ്റെ കാത്തിരിപ്പിന് ഒരു മാറ്റവും ഇല്ലായിരുന്നു. അവനെക്കുറിച്ചുള്ള അന്വേഷണം എൻ്റെ ഫ്രണ്ട്സിന് വരെ മടുത്തെങ്കിലും എനിക്കങ്ങനെ വിട്ടുകളയാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ട് എല്ലാ മാസവും അവനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ ഞാൻ എഴുതി പബ്ലിക് ചെയ്യും. അതോടൊപ്പം സീനിയർ എഡിറ്റർക്കിടയിൽ വലിയ ഇഷ്യൂ ഉണ്ടാക്കിയെങ്കിലും ബൊഹെ കാരണം അദ്ദേഹം അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു. ഇതുപോലെ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് താങ്ങും തണലായി ഈ 5 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരും ഞാനും തമ്മിൽ ഇത്രയും ഒരു ആത്മബന്ധം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കെല്ലാം അവരായി തീർന്നിരുന്നു. ഈ 5 വർഷം കൊണ്ട് കമ്പനി കാര്യത്തിലെല്ലാം ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചതോടെ MD-ക്കും ചെയർമാനും എല്ലാം എന്നെ വലിയ കാര്യമാണ്. ഞാൻ വന്നതിൽ പിന്നെയാണ് കമ്പനിക്ക് നല്ല കാലം വന്നതെന്ന് അവരെപ്പോഴും പറയും. ഞാൻ അവരെ ലക്കിയാണെന്ന് പറഞ്ഞ് ചെയർമാൻ എനിക്ക് പ്രൊമോഷൻ തരാൻ നിന്നെങ്കിലും ഞാൻ എൻ്റെ ജോലിയിൽ സംതൃപ്ത ആയതുകൊണ്ട് ഞാൻ അത് നിരസിച്ചു. എൻ്റെ കമ്പനിയിലെ നല്ല ഇമേജ് കണ്ടിട്ട് എന്നേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് യോയങ്ങും ജിയയുമാണ്. അവർക്ക് പോലും ഞാനൊരു ലക്കിയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മാത്രം ആ ലക്കി വർക്കൗട്ട് ആകുന്നില്ല. 5 വർഷമായിട്ടും ഞാൻ ഈ ഡേഗിൽ വന്നിട്ട് കൂടി ഒരു ഇംപ്രൂവ്മെൻ്റ് ചെഞ്ചുവിൻ്റെ കാര്യത്തിൽ എന്നെ തേടിയെത്തിയില്ലല്ലോ. ഞാൻ പോലും പ്രതീക്ഷിച്ചതല്ല ഇത്രയും കാലം ഇവിടെ നിൽക്കേണ്ടി വരുമെന്ന്. ആദ്യമൊക്കെ ചെഞ്ചുവിനെ കണ്ടുപിടിച്ചിട്ട് മടങ്ങി വന്നാൽ മതിയെന്ന് പറഞ്ഞ് മുത്തശ്ശി വരെ ഇപ്പോൾ എന്നോട് മടങ്ങി വരാനാണ് പറയുന്നത്. മൂപ്പത്തിയോട് ഞങ്ങൾ വീഡിയോ കോളിലൂടെയൊക്കെ സംസാരിക്കുമെങ്കിലും മുത്തശ്ശിക്ക് എന്നെ നേരിട്ട് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനെങ്ങാനും ഇപ്പോൾ തിരിച്ചു പോയാൽ പിന്നെ അമ്മയുടെ കൈകൊണ്ട് എൻ്റെ അവസാനമായിരിക്കും. അതുമല്ല, എൻ്റെ കസിനെ കൊണ്ട് എന്നെ കല്യാണവും കഴിപ്പിക്കാൻ അവനൊരു തെമ്മാടിയ. എനിക്ക് അവനെ ചെറുപ്പം തൊട്ടേ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുകൊണ്ട് മടങ്ങിപ്പോകാനും എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ചെഞ്ചു ഇനി മടങ്ങി വരുമെന്ന് എനിക്ക് പ്രതീക്ഷ കുറഞ്ഞു വരുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർക്കും അതേ നിലപാടാണെങ്കിൽ എനിക്ക് സങ്കടം ആകരുതെന്ന് കരുതി അവർ വരുമെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ചാനലിലെ സ്ഥിരം ആർട്ടിക്കലിൽ ചെഞ്ചുവിനെ കുറിച്ചുള്ള ന്യൂസ് കൊടുക്കുന്ന സമയത്താണ് വൈവൈ എൻ്റെ അടുത്തേക്ക് വന്ന് അത് ചോദിച്ചുകൊണ്ട് ഞാൻ കൊടുക്കുന്ന റിപ്പോർട്ടിലേക്ക് നോക്കിയത്. ചെഞ്ചുവിന്റെ ന്യൂസ് ആണോ? നീ അത് വിട്. എന്നിട്ട് ഇങ്ങോട്ട് നോക്ക് മോളെ, ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് എന്നും പറഞ്ഞ് വൈവൈ ഞാൻ ഇരിക്കുന്ന ചെയർ അവൾക്ക് നേരെ തിരിച്ചിട്ട് കയ്യിലെ ചില ഫോട്ടോസ് വിളിച്ചുകൊണ്ട് പൊക്കി പിടിച്ച് കാണിച്ചത്. ഞാൻ എന്താ എന്ന മട്ടിൽ അവളെ ഉറ്റുനോക്കി. നിന്റെ കമ്പനിയിലെ ചെയർമാന്റെ മകൻ ലിയോണിന്റെ ലീലാവിലാസങ്ങളാണ് മോളെ ഇതിൽ. അവൻ വീണ്ടും ഗേൾ ഫ്രണ്ട്സിന് എണ്ണം കൂടി കാണും, അതല്ലേ നീ പറയാൻ പോകുന്നത്? വൈവൈ പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇടയ്ക്ക് കയറി അങ്ങനെ അവളോട് ചോദിച്ചതും ആള് ചിരിച്ചുകൊണ്ട് തല കുനിക്കി. അത് കണ്ടപ്പോൾ തന്നെ അതിനെക്കുറിച്ച് കേൾക്കാൻ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ഞാൻ ചെയറിൽ കറങ്ങി സിസ്റ്റത്തിലേക്ക് നേരെ തിരിഞ്ഞു. 5 വർഷമായിട്ട് നീ എക്സ്ക്യൂസ് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ അവൻ്റെ ഗേൾ ഫ്രണ്ട്സിൻ്റെ കണക്ക്. ഇനിയെങ്കിലും ഒന്ന് നിർത്ത് നീ. സോറി മൈ ഡിയർ, ഇവനെ പോലെയുള്ള ഇന്റർനാഷണൽ പ്ലേ ബോയിയെ കുറിച്ച് അറിയുവാൻ വേണ്ടി ജനങ്ങളൊക്കെ ആകാംക്ഷരായി കാത്തിരിക്കുക. അപ്പൊ ഞാൻ ഇതെങ്ങനെ നിർത്തും? ഇപ്പൊ തന്നെ ഈ പെണ്ണിനെ കൂട്ടി അവരുടെ ലിസ്റ്റ് 492ാമത്തെ ഗേൾഫ്രണ്ടാ. ഈ 5 വർഷം കൊണ്ട് അവൻ സമ്പാദിച്ചു കൂട്ടിയത് ഇതൊക്കെയാണ്. അവന്റെ നെക്സ്റ്റ് ഗേൾഫ്രണ്ട് ആരായിരിക്കും? അത് എത്ര കാലം നീണ്ടു നിൽക്കും? ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോ അവനെ കുറിച്ചുള്ള റേറ്റിംഗ് കൂടുതൽ തൽക്കാലത്തേക്ക് ഞാനൊന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ ഒന്ന് നോക്കിലക്കി, എന്ത് ഭംഗിയുള്ളതെന്നറിയാ അവന്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ടിനെ കാണാൻ. US-ലെ ഒരു മോഡൽ സ്റ്റുഡന്റ് ആണ്. ഇവളെന്താ കേൾക്കുന്നത്? നോക്ക് എന്നൊക്കെ പറഞ്ഞ് വൈവൈ എനിക്ക് അവരെ ഫോട്ടോ കാണിച്ച് തരാൻ മുതിർന്നതും ഞാൻ അതിലെ വലിയ മെയിൻറ്റ് കൊടുക്കാതെ വീണ്ടും എൻ്റെ സിസ്റ്റത്തിൽ നേരെ തിരിഞ്ഞു. സോറി വൈവൈ, മറ്റുള്ളവരെ പോലെ എനിക്ക് ഇതുപോലെയുള്ള പ്ലേ ബോയെ കുറിച്ച് അറിയാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നീ നിന്റെ പണി എന്താണെന്ന് വെച്ചാൽ ചെയ്യും, ഞാനിപ്പോൾ ഇത്തിരി ബിസിയാ. ഇതിന് മാത്രം നീ ബിസിയാണോ? മാറിക്കാൻ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് എൻ്റെ ചെയർ പിറകിലേക്ക് വലിച്ചു നീക്കിയിട്ട് വൈവൈ ഞാൻ കൊടുത്ത ആർട്ടിക്കിൾ വായിക്കാൻ തുടങ്ങി. നിന്നെ തേടിക്കൊണ്ടുള്ള അന്വേഷണം ഞാൻ ഇവിടെ കൊണ്ട് നിർത്താൻ പോവുകയാണ് ചെഞ്ചു. നീ ഇനിയും എന്നെ തേടി വരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. ഞാൻ തിരിച്ചു നാട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. ഇതാണ് നിന്നെ കുറിച്ചുള്ള എൻ്റെ അവസാന ആർട്ടിക്കിൾ. ഗുഡ് ബൈ. ഇത് കൊള്ളാലോ. അപ്പൊ നീ അവനെ കുറിച്ചുള്ള അന്വേഷണം നിർത്തി മടങ്ങി പോകാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിച്ചോണ്ട് വൈവൈ എൻ്റെ നേർക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാനൊന്ന് നെടുവീർപ്പിട്ട് അവളെ നോക്കി ചിരിച്ചു. എനിക്ക് മടുത്തു വൈവൈ. അവന് വേണ്ടി കാത്തിരുന്ന 5 വർഷം അവനെ ഞാൻ കാണാതിരുന്നിട്ട് 20 വർഷം മതിയായി. അവൻ ഇനിയും എൻ്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഇതാണ് ഞാൻ അവന് വേണ്ടി എഴുതുന്ന അവസാനത്തെ ആർട്ടിക്കിൾ.
എന്നും പറഞ്ഞ് ഞാൻ സിസ്റ്റത്തിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നതും വേവയുടെ മുഖം ആകെ വാടിപ്പോയിരുന്നു. അത് ശ്രദ്ധിച്ചു വേണം ഞാൻ അവളെ നോക്കിക്കൊണ്ട് പുരുക്കം പൊന്തിച്ച് ചിരിച്ചപ്പോൾ അവൾ എൻ്റെ ടേബിളിലേക്ക് കയറിയിരുന്നു. അപ്പൊ നീ തിരിച്ചു പോവുകയാണോ ലക്കി? ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ ചെഞ്ചുവിന് വേണ്ടിയല്ലേ വൈവേ. അതിൽ യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും കാണാത്തപ്പോൾ ഞാൻ മടങ്ങിപ്പോകുന്നത് തന്നെയല്ലേ നല്ലത്. 5 വർഷമായില്ലടി ഞാൻ ഇവിടെ വന്നിട്ട്. ഹേയ് വൈ നിന്റെ ആർട്ടിക്കിൾ 2 മണിക്കൂറിനുള്ളിൽ എഴുതി റിപ്പോർട്ട് ചെയ്യണമെന്ന് സീനിയർ എഡിറ്റർ ഇന്ന് ഓർഡർ ഉണ്ട്. വേഗം ചെയ്തു തീർക്കാൻ നോക്ക്. ഞാൻ വൈവയിനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് ബോഹ അതും പറഞ്ഞ് അങ്ങോട്ട് വന്നതും വൈവയുടെ മുഖം കണ്ട് അവനൊന്ന് നെറ്റി ചുളിച്ചു. എന്തു പറ്റി? നീ എന്താ ആകെ ഗ്ലൂമിയായി നിൽക്കുന്നേ? ആർട്ടിക്കലിന് വേണ്ടിയുള്ള എക്സ്ക്യൂസ് കിട്ടിയെന്ന് പറഞ്ഞ് നീ അത് കൊണ്ടുപോയി കളഞ്ഞോ? ബോഹെ, നീ ഇത് ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്യണം, മറക്കരുത് കേട്ടോ. വല്ല എഡിറ്റിങ്ങും ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്തേക്ക്. നാളെ ഓഫീസിലേക്ക് ചെന്നിട്ട് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാനുള്ളതാ. അപ്പൊ നീ അവിടെ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചോ? അതെ ബോഹെ, വന്ന കാര്യം നടക്കാത്തിടത്തോളം കാലം എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിക്കില്ലല്ലോ. ഞാൻ എൻ്റെ അമ്മയോടൊന്ന് സംസാരിച്ചിട്ട് തന്നെ 5 വർഷത്തോളം. ഇനിയും അതിനെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യടോ എന്ന് കരുതി നാളെ തന്നെ ഞാൻ ഇവിടുന്ന് സ്കൂട്ടാക്കില്ല കേട്ടോ. നിങ്ങളെ 4 പേരുടെയും കൂടെ കുറച്ച് ദിവസം കൂടി അടിച്ച് പൊളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോവും. അങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞ് കഴിയാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് നിർത്തിയപ്പോഴേക്കും എനിക്ക് സങ്കടം വന്ന് ഇങ്ങെത്തിയിരുന്നു. ഇനിയും അവിടെ നിന്നാൽ ചിലപ്പോൾ ഞാൻ കരയുന്നത് അവർ കാണുമെന്ന അവസ്ഥ വന്നതും ഞാൻ വേഗം എൻ്റെ ബാഗും എടുത്ത് അവരോട് ഭയം പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഓരോന്നും ചിന്തിച്ചു കൂട്ടി എപ്പോഴും വീട്ടിലെത്തിയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ജി ആണെങ്കിൽ വൈബോ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള കൊറിയയിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് വൈബോ. അതിലും കുത്തിയിരുന്ന് ആരൊക്കെയോ പോസ്റ്റ് ചെയ്യുക ലിയോണിൻ്റെ പുതിയ ന്യൂസുകൾ വായിച്ചുകൊണ്ടിരിക്കുക. ലക്കി നീ വന്നോ? ഇത് നോക്ക്, ലിങ്കോങ്ങിന്റെ 492ാമത്തെ ഗേൾഫ്രണ്ട്. 5 വർഷമായിട്ട് അവനെ ഇതുപോലെ മറ്റ് പെമ്പിളുടെ കൂടെ കാണാനേ പറ്റുന്നുള്ളൂ. ഇവന്റെ ഗേൾഫ്രണ്ട് ലിസ്റ്റിൽ 1000-ലെങ്കിലും ഞാൻ പെട്ടിരുന്ന മതിയായിരുന്നു. ഫോൺ കയ്യിൽ നിന്ന് വെക്കാതെ അതിലേക്ക് നോക്കി സ്ക്രോൾ ചെയ്തുകൊണ്ട് അവൾ പറയുന്ന പരിഭവം കേട്ട് എനിക്ക് ചിരി വന്നു. എന്നൊക്കെ അവനെക്കുറിച്ചുള്ള ന്യൂസ് വരുന്നോ അന്നൊക്കെ അവൾ പറയുന്ന സ്ഥിരം ഡയലോഗാണ് ഇത്. ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ പ്ലേ ബോയ് ആയിരുന്നിട്ടും കൂടി എന്തുകൊണ്ടോ അവൻ്റെ ഗേൾഫ്രണ്ട് ആകണമെന്ന് ഇവൾ വാശി പിടിക്കുന്നതെന്ന് ഒരിക്കൽ ഞാൻ അവളോട് ചോദിച്ചായിരുന്നു. അവൾ അന്ന് തന്ന മറുപടി എന്തെന്നറിയോ? അവനെ പോലെ ഒരു മൾട്ടിപ്പിൾ ടാലൻ്റുള്ള ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. ഡാൻസ്, പാട്ട്, ഡ്രോയിങ്, മോഡലിങ്, റേസിങ് എന്നിങ്ങനെ തുടങ്ങി എന്തൊക്കെയോ ആക്ടിവിറ്റീസിൽ അവൻ കില്ലാടിയാണെന്ന്. അതിൽ കൂടുതൽ എന്ത് വേണം? അതും പോരാഞ്ഞ് 5 വർഷം കൊണ്ട് അവൻ എത്രയോ ഹാൻസം മാനായി മാറിയിട്ടുണ്ടെന്നറിയോ? അവനെ കാണുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും. ലക്കി, എന്തായത്? നീ ചെഞ്ചുവിന് വേണ്ടിയുള്ള എഴുത്ത് നിർത്തിയോ? നാട്ടിലേക്ക് മടങ്ങിപ്പോവാണോ? വൈബയിലെ ഞങ്ങളെ ചാനൽ ന്യൂസ് വായിച്ച് ഒരു ഷോക്കോടെ എൻ്റെ നേർക്ക് തിരിഞ്ഞ ജിയ അത് ചോദിച്ചപ്പോൾ ഞാൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് വന്ന് സോഫയിലിരുന്നു. യെസ് ജിയ, ഞാൻ നിർത്തി. എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിച്ചു. എൻ്റെ മുത്തശ്ശി എന്നോട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇനിയും അവരെ പിരിഞ്ഞു നിൽക്കാൻ എനിക്ക് വയ്യടോ. ചെഞ്ച് മടങ്ങി വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ലക്കി, നമുക്ക് ഒന്നും കൂടി നിന്റെ പഴയ വീട്ടിലേക്ക് ഒന്നും പോയാലോ? ആ സ്ത്രീ എന്തൊക്കെയോ അറിയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവരെ കുത്തിപ്പിടിച്ച് ചോദിക്കട്ടെ? ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അവനെക്കുറിച്ച് എന്ന് ജിയ പറയുന്നത് കേട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് വേണ്ടെന്ന് തലയാട്ടി. വേണ്ട ജിയ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഈ 5 വർഷമായിട്ട് തന്നെ എത്രയോ തവണ ആ സ്ത്രീയുടെ അടുത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടാകും. അന്നൊക്കെ അത് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് തന്നെയല്ലേ? അവർക്കൊന്നും അറിയില്ല ജിയ. ഇനി അറിയുന്നെങ്കിൽ തന്നെ അവർ പറഞ്ഞു തരാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഇനി അത് കേൾക്കും വേണ്ട. ചെഞ്ചിന് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം ഞാനിതാ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് എണീറ്റ് പോയപ്പോൾ ജിയ എന്നോട് എന്തൊക്കെ പറയാൻ വേണ്ടി മുതിർന്നെങ്കിലും അവൾ നിരാശയോടെ കയ്യിലെ ഫോണിലേക്ക് നോക്കി സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി. ലക്കി, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ പോരെ? പിറ്റേന്ന് ഓഫീസിലേക്ക് വന്ന് ചെയർമാനെ നേരിട്ട് എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ യുയങ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അങ്ങനെ ചോദിച്ചതും ഞാൻ അവനെ ഒന്ന് നോക്കി ചിരിച്ചു. ഒരുപാട് ആലോചിച്ച് എടുത്ത തീരുമാനമാണിത് യുയങ്. ഇനി എൻ്റെ തീരുമാനത്തിനൊരു മാറ്റമില്ല. അതും പറഞ്ഞ് ഞാൻ ചെയർമാൻ്റെ ക്യാമ്പിൽ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നത് കണ്ട് ജിയും യുയങ്ങും എന്ത് പറയുമെന്നറിയാതെ ആകെ നിരാശയായി നിൽക്കുന്നുണ്ട്. മേ കമ്മിങ് സാർ? ലുഹാന്റെ പ്രായം തന്നെയല്ലേ അവനുമുള്ളൂ. ഈ കാലം അത്രയും നിന്നെ തലകുഴിച്ച് നിർത്തിക്കേണ്ട ഗതികേട് അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ MDയോട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പാടുപെട്ട് നിൽക്കുന്ന ചെയർമാനെ കണ്ട് ഞാൻ കണ്ണു മിഴിച്ച് 2 പേരെയും നോക്കാൻ തുടങ്ങി.
ലിയാങ്, നീ ഒന്ന് കൂളാകുക. അവൻ ചെറുപ്പമല്ലേ, അപ്പൊ അവൻ അതിൻ്റെതായ കുരുത്തക്കേടുകളൊക്കെ വേലത്തിലും കയ്യിലുണ്ടാവും. നീ അതങ്ങ് വിട്ടുകടാ. ഇനി ഇങ്ങനെയൊന്നും അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ ലുഹാൻ നോക്കിക്കോളും. ഷട്ടപ്പ് ചേൻ. അവൻ നമ്മുടെ കമ്പനി വിട്ട് പോയി കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ നിന്നിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയതാണിത്. ഇനിയെങ്കിലും എന്റെ മകന്റെ പിറകെ നടന്ന് നിന്റെ മകന്റെ ഭാവി തുളിക്കണ്ട എന്ന് ലുഹാനോട് പറ. എത്രയും പെട്ടെന്ന് ലുഹാനോട് തിരിച്ചു വരാൻ പറ. അവനുമായി ഒരു കൂട്ടുമുട്ടും ഇനി ലുഹാൻ ഉണ്ടാകാൻ പാടില്ല. പറയുന്നത് മനസ്സിലായി കാണുമല്ലോ. ലിയാങ്, അവർ ചെറുപ്പം മുതലേ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. നമ്മളെ പോലെ നമുക്ക് പിരിയാൻ കഴിയാത്തതുപോലെ അവർക്കും എല്ലാം ഇത്തവണയും ഗുഡ് ബൈയും പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി വരാൻ കഴിയില്ല. ലുഹാനും അവനും അങ്ങനെയാണ് കളിച്ചു വളർന്നത്. എന്നും പറഞ്ഞ് ചെയർമാൻ എം ഡിക്ക് മുഖം തിരിഞ്ഞ് പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് തല ചിരിച്ചപ്പോഴാണ് ഞാൻ അവിടെ വടി പോലെ വന്ന് നിൽക്കുന്നത് അവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നത് പോലും. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ അവരെ നോക്കി വേണോ വേണ്ടേ എന്ന മട്ടിലൊന്ന് ഇളിച്ചു കാണിച്ചു. ചേൻ, നീ ഇതേ ഇവിടെ കണ്ടോ? ഇവളേക്കാൾ പ്രായം കാണില്ലേ അവന്? ഈ ചെറുപ്രായത്തിൽ തന്നെ ഇവളിവിടെ വന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ 20% എങ്കിലും അവൻ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാറുണ്ടോ? എന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടോ? എന്നെ ചൂണ്ടിക്കാണിച്ച് എം ഡിയോട് ചെയർമാൻ പറയുന്നത് കേട്ട് ഞാൻ അപ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ള എൻവെൽപ്പ് പതിയെ പിറകിലേക്ക് നീക്കിവെച്ച് അതിൽ പിടിമുറുകി നിന്നു. അവനെ പോലെ തന്നെയല്ലേ അവന്റെ പെങ്ങളെയും ഞാൻ നോക്കുന്നത്. അവൾ ഈ എത്ര പ്രോജക്ട് നമ്മുടെ കമ്പനിക്ക് വേണ്ടി കംപ്ലീറ്റ് ചെയ്തു തന്നു കാണും. പറ. ഈ ഒരു അവസ്ഥയിലാണ് ഇനിയും അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കോങ് ഗ്രൂപ്പ്സിന് ലിയോണിന് യാതൊരുവിധ പങ്കും ഉണ്ടാവില്ല. കമ്പനി ചെയർമാൻ എനിക്ക് ശേഷം എന്റെ മകൾ ലീ സോങ് ആയിരിക്കും. ലിയാങ്, നീ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഞാൻ എന്ത് വേണം? ലക്ഷ്യബോധമില്ലാത്ത കണ്ണത് കണ്ട പെമ്പിള്ളേരെയും നടക്കുന്ന അവന് ഞാൻ എന്റെ കമ്പനി വിട്ടുകൊടുക്കണോ? കൊടുത്താൽ പിന്നെ അടുത്ത സെക്കൻഡ് തന്നെ അവൻ ഇത് കുട്ടിച്ചോറാക്കി തരും. ഇത്രയും കാലം ഞാനിത് പടുത്തുയർത്തി വെച്ചത് അങ്ങനെ എത്രയും പെട്ടെന്ന് ചീട്ട് കൊട്ടാരങ്ങൾ തകർക്കുന്നത് പോലെ തകർത്തെറിയാനല്ല. എന്നൊക്കെ കൂടി ചെയർമാൻ ഒച്ചയിട്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചേക്കും അദ്ദേഹം ചുമച്ച് ശ്വാസം കിട്ടാതെ ടേബിളിലേക്ക് ചാരിയിരുന്നിരുന്നു. അത് കണ്ട് ഞാൻ എം ഡിയും കൂടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി ചെന്ന് മൂപ്പരെ പിടിച്ച് സോഫയിൽ ഇരുത്തിയിട്ട് ഞാൻ ടേബിളിൽ അടുത്തേക്ക് ഓടി ചെന്നു. എന്നിട്ട് അവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്ന് ഡോക്ടറെ കോൾ ചെയ്തു. ഫോൺ വെച്ചിട്ട് ഞാൻ ചെയർമാൻ്റെ നേർക്ക് തിരിഞ്ഞപ്പോൾ അദ്ദേഹം നെഞ്ച് തടവിക്കൊണ്ട് അവശനായി എന്നെ നോക്കി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നെ മാടി വിളിച്ചു. താനെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചെയർമാൻ എന്നോട് ചോദിച്ചപ്പോൾ തന്നെ കൈയുള്ള എൻവെൽപ്പ് ചുരുട്ടി മുറുക്കെ പിടിച്ചിട്ട് എന്താ പറയേണ്ടതെന്നറിയാതെ ഒന്ന് പരിങ്ങി കളിച്ചു. അത് പിന്നെ ബോസ്, അത് ആ സാങ്മയുടെ അടുത്ത പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിച്ചറിയാൻ പറഞ്ഞു. ഞാൻ അതിനു വേണ്ടി വന്നതാ. അതും പറഞ്ഞ് പതിയെ ഞാൻ വേസ്റ്റ് ബസ്ക്കറ്റിൻ്റെ അടുത്തേക്ക് നീങ്ങി ചെന്നിട്ട് കയ്യിലുള്ള എൻവെൽപ്പ് അതിലേക്ക് ഇട്ടു. എന്നിട്ട് നീട്ടിയൊരു ശ്വാസം വലിച്ചു വിട്ടിട്ട് ബോസിനെ നോക്കി ചിരിച്ചപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അവൾക്ക് മെയിൽ അയച്ചോളാം എന്ന് പറഞ്ഞ് ബോസ് എന്നോട് പോകാൻ ആംഗ്യം കാണിച്ചതും അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് സ്കൂട്ടായിട്ട് ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ഞാൻ എൻവെൽപ്പ് ചുരുട്ടി കൂട്ടി ബാസ്ക്കറ്റിൽ കളഞ്ഞത് ഓർത്തെടുത്തു. ഈ ഒരു അവസ്ഥയിൽ ഞാനിപ്പോൾ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത് അത്ര നല്ല എളുപ്പമല്ല. ചെയർമാൻ്റെ ആരോഗ്യനില ആകെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ലിയാങ് സങ്, ചെയർമാൻ്റെ ഒരേ ഒരു മകൾ, എൻ്റെ സാങ്മയ്. ഞാനും പുള്ളിക്കാരും ഭയങ്കര ക്ലോസ് ആണ്. എൻ്റെ ജോബിലെ റോൾ മോഡൽ തന്നെ സാങ്മയ് ആണെന്ന് പറയാം. എൻ്റെ ഇൻസ്പിറേഷൻ തന്നെ അവരാ. അനിയൻ കാണിക്കുന്ന എല്ലാ കുരുത്തക്കേടുകൾക്കും ബോസിൽ നിന്ന് കണക്കിന് വാങ്ങിച്ചു കൂട്ടുന്നത് പാവം സാങ്മയ് ആണ്. അത് സ്വന്തം ബ്രദറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടാണെന്ന് കാര്യം മറക്കരുത്. എനിക്കും ആ ഒരു കാര്യം ഒഴിച്ചാൽ സാങ്മയോട് യാതൊരുവിധ കുഴപ്പവുമില്ല. നീ റിസിഗ്നേഷൻ ലെറ്റർ കൊടുത്തോ? ഞാൻ തിരിച്ചെൻ്റെ സീറ്റിൽ വന്നിരുന്നപ്പോൾ തന്നെ ജി എന്നോട് ചോദിക്കുന്നത് കേട്ട് ഞാനൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ഇല്ലെന്ന് പതിയെ തലാട്ടി. അതിന് യുയങ്ങും ജയും സന്തോഷം കൊണ്ട് ഹൈഫൈ ഒക്കെ കൊടുത്തെങ്കിലും എൻ്റെ മുഖഭാവം കണ്ടപ്പോൾ അവറ്റകൾക്ക് എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു. ചെയർമാൻ എം ഡിയും കൂടി ലിയോണിൻ്റെ ന്യൂസ് കേട്ടിട്ടുള്ള ചർച്ചയിലാണെന്ന് വള്ളിപ്പുള്ളി തെറ്റാതെ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ യുയങ്ങിന് അത് കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അവനും ബോക്കുമൊക്കെ ലിയോൺ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ വെറുപ്പുള്ള പോലെയാണ് കാട്ടിക്കൂട്ടൽ. അത് കണ്ടിട്ട് ജിയ പറയും അവന്മാർക്ക് അസൂയാണ് ലിയോണിനെ കണ്ടിട്ടെന്ന്. അപ്പോൾ ലുഹാൻ തിരിച്ചു വരാൻ പോവുകയാണോ? അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, എന്നാലും ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു തീർന്നില്ല. അപ്പോൾ തന്നെ ജിയ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി സീറ്റിൽ നിന്ന് എണീറ്റ് തുള്ളി കളിച്ചതും അവളെ കോപ്രായം കണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ അവളെ കണ്ണു മീച്ച് നോക്കാൻ തുടങ്ങി. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് യുയങ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവൻ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് അറിയുന്നത് കൊണ്ട് ചെക്കൻ അവളെ ഒന്ന് നല്ലോണം ഒറ്റ നോക്കിയപ്പോൾ അവൾ എല്ലാവർക്കും വളിച്ചൊരു ഇളി പാസ്സാക്കിയിട്ട് സോറിയും പറഞ്ഞ് മെല്ലെ സീറ്റിലേക്ക് ഇരുന്നു. ഡി, ലുഹാൻ വരുന്നതിന് നീ എന്തിനാടി ഇങ്ങനെ നിന്ന് തുള്ളുന്നേ? ലുഹാൻ വരുന്നത് കൊണ്ടല്ല മോളെ, ഞങ്ങളുടെ ഹീറോ ദ ഇന്റർനാഷണൽ പ്ലേ ബോയ് വരുന്ന സന്തോഷത്തിലാണ് ഞാൻ തുള്ളിച്ചാടി.
അവൾ അത് പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ കാര്യം മനസ്സിലാക്കാതെ അവളെ നോക്കി നെറ്റി ചുളിച്ചിട്ട് ലിയോൺ എന്നൊരു സംശയത്തോടെ ചോദിച്ചതും അവൾ അതേ എന്ന് തല കുലുക്കി കാണിച്ചിട്ട് ചെറിയൊരു കറക്കം കറങ്ങി സിസ്റ്റത്തിൽ നേർക്ക് തിരിഞ്ഞു. ലുഹാൻ വരുമെന്ന് പറഞ്ഞതിന് നീ എന്തിനാടി ലിയോൺ വരുമെന്ന് പറഞ്ഞ് തുള്ളിക്കളിക്കുന്നേ? എന്റെ ലക്കി, ലുഹാനും ലിയോണും അത്ര നല്ല ഫ്രണ്ട്സ് ആണ്. ശരിക്കും പറഞ്ഞ ട്വിൻസിനെ പോലെ. ലുഹാൻ വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഉറപ്പായിട്ടും ലിയോണും ഇവിടെ എത്തിയിരിക്കും. ഷോ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് കുളിരി കയറുന്നു എന്നും പറഞ്ഞ് പെണ്ണ് വീണ്ടും തുള്ളുന്നത് കണ്ട് ഞാൻ യുയങ്ങിലേക്ക് നോട്ടം തെറ്റിച്ചപ്പോൾ ചെക്കനെ തല പെരുത്തുന്ന പോലെ നെറ്റിൽ കൈ വെച്ചൊഴിഞ്ഞിട്ട് അവൻ്റെ സിസ്റ്റത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അതേ അവസ്ഥയിൽ ഞാനും ഒന്ന് തല ചൊറിഞ്ഞുകൊണ്ട് ജയെ കണ്ടിട്ടില്ലെന്ന മട്ടിൽ എൻ്റെ വർക്കിലേക്ക് തിരിഞ്ഞതും പ്യൂൺ എൻ്റെ അടുത്ത് വന്ന ഒരു ആൻവെൽപ്പ് തന്നിട്ട് എനിക്ക് വന്നതാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അത് കണ്ടതും ജെയും യുയങ്ങും ഒരുപോലെ എന്നിലേക്ക് നോട്ടം തെറ്റിച്ചതും ഞാനൊരു നിമിഷം അവരെ രണ്ടിനെയും ഒന്ന് നോക്കിയിട്ട് ആ ആൻവെൽപ്പ് ഒന്ന് തുറന്നു നോക്കി. ആ ആൻവെൽപ്പിൽ ഒരു ഫോട്ടോയും ഒരു ലെറ്ററും ഉള്ളത് കണ്ട് കാര്യം മനസ്സിലാക്കാതെ ഞാൻ ആ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ ചെഞ്ചുവിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയുടെ ഫോട്ടോ ആയിരുന്നു അത്. അത് കണ്ട ഷോക്കോടെ ഞാൻ അത് ആ ലെറ്ററും തുറന്ന് വായിച്ചതും എൻ്റെ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. ലക്കി, ഇത് ഞാനാണ് നിന്റെ ബ്രദർ ചെഞ്ചു. നീ എനിക്ക് വേണ്ടി ആദ്യമായിട്ട് എഴുതിയ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ തന്നെ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞതാ. നിനക്ക് വേണ്ടി നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുകയായിരുന്നു ലക്കി. അതുകൊണ്ട് തന്നെ ദൂരെ മറിഞ്ഞ് നിന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ അടുത്തേക്ക് വരാൻ എന്തോ എനിക്ക് കഴിയുന്നില്ല. എന്നെക്കുറിച്ചുള്ള അന്വേഷണം നീ നിർത്തി നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണെന്ന് ഞാൻ അറിഞ്ഞു. നീ പോകരുത്. എനിക്ക് നിന്നെ നേരിൽ കാണണം, നിന്നോട് സംസാരിക്കണം, നിന്റെ കൂടെ സമയം ചിലവഴിക്കണം. നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ദക്ഷിണ ആർട്ടിക്കൽ സോൺസിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നിനക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 11 മണിക്കുള്ളിൽ നീ അവിടെ എത്തിയിരിക്കണം. 11 മണി കഴിഞ്ഞിട്ടും അവിടെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്റെ മുന്നിലേക്ക് വരില്ല. ഐ വിൽ ബി വെയിറ്റ് ഫോർ യു ലക്കി. ഐ മിസ് യു സോ മച്ച്. മിസ് യു എവറി. എൻ്റെ കരച്ചിൽ കണ്ടിട്ട് ജെയും യുയങ്ങും കൂടി എൻ്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ വാങ്ങി വായിച്ച് നോക്കിയതും അവരെ ഞെട്ടലോടെ എന്നെ നോക്കി ചിരിച്ചിട്ട് എൻ്റെ തോളിൽ കൈവച്ചു. ഒടുവിൽ ഞങ്ങൾ തമ്മിലുള്ള ഹെഡ് ആൻഡ് സ്റ്റിക്ക് അവസാനിക്കാൻ പോകുക. അവൻ എൻ്റെ കൺമുന്നിലേക്ക് വരുമെന്ന് സമ്മതിച്ചു ചെയ്യാം. ഞാൻ നാളെ തന്നെ അവനെ കാണാൻ പോകുക, എൻ്റെ ചെഞ്ചുവിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണീര് പിടിച്ചു വെക്കാൻ കഴിയാതെ കണ്ണ് നിറച്ചതും ജി എൻ്റെ കണ്ണ് തുടച്ചു തന്നു. എന്തിനാടി നീ കരയുന്നേ? 5 വർഷമായിട്ട് നീ ഡേഗോയിലേക്ക് വന്നിട്ട് ആഗ്രഹിച്ച കാര്യം നാളെയല്ലേ നടക്കാൻ പോകുന്നത്. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്. നാളെ നീ നിന്റെ ബ്രദറിനെ കാണാൻ പോവാ. ഹാപ്പി ആയില്ലേ നീ? എന്നൊക്കെ ജിയ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചോണ്ട് തല കുലുക്കി കാണിച്ചിട്ട് അവളെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ യുയങ് എന്നെ ചിരിച്ചിട്ട് ആ ലെറ്ററിലേക്ക് നോക്കി വീണ്ടും എന്നിലേക്ക് നോട്ടം തെറ്റിച്ചതും പെട്ടെന്ന് ഞങ്ങൾ അടുത്തേക്ക് ആരോ വരുന്ന പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ ഒരുപോലെ ശരിക്കും ഇരുന്നിടത്ത് നിന്ന് അങ്ങോട്ട് നോട്ടം തെറ്റിച്ചു. Hey, Lucky, what happened? എം.ഡി ഞങ്ങൾ അടുത്തേക്ക് വന്ന് എന്നെ നോക്കി അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണ് തുടച്ചിട്ട് മൂപ്പരെ നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു. നത്തിങ് സർ എന്നൊക്കെ കൂടി മൂപ്പരെ കണ്ടപ്പോൾ തന്നെ സീറ്റിൽ നിന്ന് എണീറ്റ് നിന്ന് വലിച്ചു നീട്ടി പറഞ്ഞതും മൂപ്പർ എന്നെ നോക്കി ചിരിച്ചു. ഓക്കെ, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഏൽപ്പിക്കാനാണ്. എം.ഡി ഇങ്ങോട്ട് വന്ന് എന്നോട് ആവശ്യപ്പെടുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അതെന്താകുമെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ മൂപ്പറിലേക്ക് കണ്ണു വിടർത്തി നോക്കി നിന്നു. നാളെ എന്റെ മകൻ ലുഹാനും ചെയർമാന്റെ മകൻ ലിയോണും നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അവരെ നാളെ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി വിടേണ്ടത് തന്റെ ഡ്യൂട്ടിയാണ്. താനത് നല്ല രീതിയിൽ ചെയ്തു തീർക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തന്നെ ഇക്കാര്യത്തിൽ നിയമിക്കുന്നത്. പിന്നെ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയിക്കാനുണ്ട്. ഒന്നെന്റെ ക്യാബിനിലേക്ക് വരണം എന്ന് പറഞ്ഞ് മൂപ്പര് ക്യാമ്പിനിലേക്ക് കയറി ചെന്നതും നാളെ അവന്മാരെ പോയി പിക്ക് ചെയ്യേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണെന്ന് കേട്ടപ്പോഴേ ആടി ഒലഞ്ഞു നിന്ന് എൻ്റെ കാലപ്പോൾ തന്നെ ഒന്ന് സ്ലിപ്പായി. ഞാൻ നിലത്തേക്ക് വീഴുമെന്ന് കരുതി ജെയും യുയങ്ങും എൻ്റെ നേരെ കൈ നീട്ടിയെങ്കിലും ഞാൻ അപ്പോഴേക്കും ടേബിളിൽ കൈ വെച്ച് അവിടെ ശരിക്കും നിന്നിരുന്നു. എൻ്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ടിട്ടാണെങ്കിൽ പണ്ടാരക്കാലത്ത് ജിയ വാ പൊത്തി ചിരിക്കാതിരിക്കാൻ പാടുപെടുന്നുണ്ട്. യുയങ് ആണെങ്കിൽ എന്നെ നോക്കി പോയാൽ ചിരിച്ചു പോകും എന്ന് കരുതി മനഃപൂർവ്വം സിസ്റ്റത്തിലേക്ക് നോക്കിയിരിക്കുക തെണ്ടി. ഇതിന് മാത്രം എന്താ അവർ ചിരിക്കുന്നതെന്ന് ഒരു ഡൗട്ട് ഉണ്ടാകുമല്ലേ? അത് വേറെ ഒന്നും കൊണ്ടല്ല. ആ ലിയോൺ എങ്ങാനും എന്നെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ അവരെ കൺമുന്നിൽ പോകും ഞാൻ ചെന്ന് പെടില്ലെന്ന് ഇവറ്റങ്ങളോട് എപ്പോഴൊക്കെയോ ഞാൻ പറഞ്ഞു നടന്നിട്ടുണ്ട്. ആ പറഞ്ഞ ഞാനാണ് നാളെ ഇപ്പോൾ അവനെയും ലുഹാനെയും എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യേണ്ടത്. ബെസ്റ്റ് ആ പ്ലേ ബോയ് ഒരിക്കൽ കണ്ടുമുട്ടരുതെന്ന പ്രാർത്ഥനയെ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പണ്ട് അവൻ്റെ പിക്ക് കണ്ടിട്ടൊന്നല്ലാതെ അബദ്ധത്തിൽ പോലും ഞാൻ അവൻ്റെ ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല. എനിക്കിഷ്ടമല്ല അങ്ങനെയുള്ള റാസ്കലിനെ. എങ്ങനെയെങ്കിലും ഈ ഡ്യൂട്ടിയിൽ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റുമോ എന്നാണെന്ന് നോക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് എന്നെ നോക്കി കിണിച്ചുകൊണ്ടിരുന്ന ജിയൻ്റെ തലക്കിട്ടൊന്ന് കൊടുത്തിട്ട് ഞാൻ എം.ഡിയുടെ ക്യാമ്പിനിലേക്ക് കയറി ചെന്നു. താൻ ഇരിക്കിലേക്ക്.
അകത്തേക്ക് കയറി ചെന്നപ്പോൾ തന്നെ സാർ എന്നോട് അതും പറഞ്ഞ് ചെയറിലേക്ക് ചൂണ്ടിയതും ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് അവിടെ ഇരുന്നു. ലക്കി, താൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നോട് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നൊക്കെ മൂപ്പര് പറഞ്ഞപ്പോൾ തന്നെ 10 മണിക്ക് ചെഞ്ചുവിനെ കാണാൻ പോകണമെന്ന കാര്യം ഓർത്തപ്പോൾ ഞാനൊന്ന് ഞെട്ടി കണ്ണു മേയിച്ച് സാറിനെ നോക്കി. അതുകൊണ്ട് ഞാൻ തനിക്ക് ലിയോണിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് കരുതുന്നു. എന്ന് പറഞ്ഞ് നിർത്തി മൂപ്പർ എന്നെ നോക്കി ഒന്ന് നെടുവീർപ്പിട്ട് അവിടെ എണീറ്റതു. ഞാൻ അതിന് പിന്നാലെ എണീക്കാൻ നിന്നപ്പോൾ എന്നോട് ഇരിക്കാൻ ആംഗി കാണിച്ചിട്ട് മൂപ്പർ എനിക്ക് പുറം തിരിഞ്ഞ് കൈ കെട്ടി ക്ലാസ് വെളിയിലൂടെ പുറത്തേക്ക് കണ്ണോടിച്ചു. നമ്മുടെ ചെയർമാൻ ലിയാങ്ങിന് അവന്റെ ആരോഗ്യത്തെക്കാൾ ഏറെ ടെൻഷൻ ഉണ്ടാക്കുന്നത് ലിയോണിനെ കുറിച്ച് ഓർത്തിട്ടാണ്. നാളെ അവനെ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്ത് വീട്ടിൽ തന്നെ കൊണ്ടെത്തിക്കാൻ താൻ ശ്രമിക്കണം. അവനെ മറ്റെങ്ങോട്ട് തനിച്ച് വിടാൻ അനുവദിക്കരുത്. അവനെ കുറിച്ചുള്ള നൂറാമാലകളെ നല്ലോണം നമ്മുടെ കമ്പനിയെ ബാധിക്കുന്നുണ്ട്. ഇനിയും അതുപോലെ ഒന്നും ഉണ്ടാകാതെ ഇരിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. മനസ്സിലായല്ലോ? അതും പറഞ്ഞ് MD എൻ്റെ നേർക്ക് തിരിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് ഇതിന് പറ്റൂല സാർ എന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും എന്തോ അതിന് കഴിഞ്ഞില്ല. നാളെ രാവിലെ 10 മണിക്കാണ് അവരെ ഫ്ലൈറ്റ്. അവന്റെ കൂടെ എന്റെ മകൻ ലുഹാനും കാണും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനും ഉണ്ടാകും തന്റെ കൂടെ. തനിക്ക് അത്യാവശ്യം ഡ്രൈവിംഗ് ഒക്കെ അറിയാവുന്നതല്ലേ. കമ്പനിക്കാർ തനിക്ക് എടുത്തു കൊണ്ടുപോകാം. നാളെ അവരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തന്റെ സൗകര്യം പോലെ കാർ കമ്പനിയിൽ എത്തിച്ചാൽ മതി. എന്നൊക്കെ മൂപ്പര് പറഞ്ഞപ്പോൾ തന്നെ 10 മണിക്ക് ചെഞ്ചുവിനെ കാണാൻ പോകണമെന്ന കാര്യം ഓർത്തപ്പോൾ ഞാനൊന്ന് ഞെട്ടി കണ്ണു മേയിച്ച് സാറിനെ നോക്കി. എന്താ ലക്കി, താനിത് ചെയ്യില്ലേ എന്ന് മൂപ്പര് എന്നോട് ചോദിച്ചപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാർ എന്ന് പറയണമെന്ന് തോന്നിയെങ്കിലും എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്കൊന്നും എതിർത്ത് പറയാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ സാറിനെ നോക്കി ചിരിച്ചിട്ട് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് MDയുടെ ക്യാബിനിൽ വിട്ടിറങ്ങി. എന്ത് ചെയ്യുമെന്നറിയാതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടി ചെന്ന് സീറ്റിലിരുന്നു. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം 3/4 മണിക്കൂർ യാത്രയുണ്ട്. 10 മണിക്ക് അവിടെ എത്തി അവന്മാരെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പിന്നീട് ആർട്ട് സോണിലേക്ക് പോകാമെന്ന് വെച്ചാൽ അപ്പോഴേക്കും 11 മണി കഴിയും ഞാൻ അവിടെ എത്താൻ. പിന്നെ എന്ത് ചെയ്യുമെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാൻ ഞാൻ ഓരോന്ന് ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരുന്നതും എൻ്റെ തോളിലൊന്ന് തട്ടിയപ്പോൾ ഞാൻ ഞെട്ടി അവളിലേക്ക് നോട്ടം തെറ്റിച്ചു. അപ്പോൾ അവൾ എന്നോട് MD എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞത് അവളോട് പറഞ്ഞതും യൂയങ്ങും ജയും ഒരുപോലെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് മട്ടിൽ എന്നെ നോക്കാൻ തുടങ്ങി. 10 മണിക്ക് അവർ എയർപോർട്ടിലെത്തുമെന്നല്ലേ പറഞ്ഞത്? നീ കൃത്യം 10 മണിയാകുമ്പോൾ എയർപോർട്ടിലെത്തിയാൽ അവരെയും പിക്ക് ചെയ്ത് നീ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ കാർ പറപ്പിച്ചു വിട്ടാൽ 1/2 മണിക്കൂർ തന്നെ വീട്ടിലെത്താൻ പറ്റും. പിന്നെ നിന്റെ മുന്നിലുള്ളത് ബാക്കി 1/2 മണിക്കൂറാണ്. ഇവിടെ ആർട്ട് സോൺ ഏകദേശം 1/2 മണിക്കൂറോളം യാത്രയുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ 7 ഡ്രൈവിംഗ് സ്കിൽ പുറത്തെടുത്താൽ 15 മിനിറ്റിന് ഉള്ളിൽ എത്താൻ പറ്റും. അപ്പോൾ നിനക്ക് ചെഞ്ചുവിനെ കാണാലോ. പിന്നെന്താ? നീ എന്തൊക്കെയാ യുയാങ് പറയണേ? ഇവിടെ എങ്ങനെ ഇതെല്ലാം കൂടി 1 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കും? ഇവളെ കൊണ്ടേ പറ്റൂ ജിയ. ചെഞ്ചുവിനെ കാണണമെന്ന ആദ്യമായ ആഗ്രഹം ഇവളെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇവൾ അത് ഏത് വിധേയവും നേടിയെടുക്കും. എനിക്ക് ഇവളിൽ നല്ല വിശ്വാസമുണ്ട് എന്ന് യൂയങ് എന്നെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ ആത്മവിശ്വാസം നൽകുന്ന വാക്കുകൾ കേട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് തിരിച്ച് അവനെ നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടുള്ള ഇരുത്തം കണ്ടിട്ട് ജി ഇടക്ക് കയറി വല്ലാണ്ടാക്കി ചുമക്കുന്നത് കേട്ട് യൂയങ് പെട്ടെന്ന് എന്നിലുള്ള നോട്ടം തെറ്റിച്ച് സിസ്റ്റത്തിലേക്ക് നോക്കിയിരുന്നതും ഞാൻ ഇടം കണ്ണിട്ട് ജിയെ ഒന്ന് നോക്കി. അപ്പോൾ അവൾ എന്നെ നോക്കി തലയാട്ടി ഇളിച്ചുകൊണ്ട് അവളെ വർക്കിലേക്ക് തിരിയുന്നത് കണ്ട് ഞാൻ അത് വലിയ കാര്യമാക്കാതെ യൂയങ് പറഞ്ഞ പോലെ നാളെ പോകാൻ പ്ലാൻ ചെയ്യാമെന്ന് ചിന്തിച്ചു കൂട്ടി. ലക്കി പ്ലീസ് എന്നെയും കൂടി കൊണ്ട് പോടി. നോ വൈ നീ ഒന്നും പറഞ്ഞ് എൻ്റെ പിന്നാലെ കൂടാമെന്ന് കരുതണ്ട. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ലിയോൺ വരുന്നതുകൊണ്ട് വല്ല ന്യൂസും കിട്ടുമെന്നറിയാൻ വേണ്ടിയല്ലേ. സോ നീ വരണ്ട എന്നും പറഞ്ഞ് ഞാൻ വേഗം റെഡിയായി വാച്ചിൽ സമയം നോക്കി എൻ്റെ ഹീൽസ് ഇട്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഓടി. ലക്കി, പറ്റുമെങ്കിൽ ലിയോണിന്റെ ഒരു ഫോട്ടോ എടുക്കണേ പ്ലീസ് എന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതും ജിയെ വിളിച്ചു കൂവുന്നത് കേട്ട് അവളെ പ്രാകുന്ന പോലെ ഓരോന്ന് പിറുപിറുത്ത് ഞാൻ കാറിലേക്ക് കയറിയിരുന്നു. ലിയോൺ തിരിച്ചെത്തുന്നത് അറിഞ്ഞിട്ട് ജിയേക്കാൾ എക്സൈറ്റ്മെൻ്റ് ഉള്ളത് വൈവയാണ്. അവനെക്കുറിച്ചുള്ള പുതിയ വിശേഷങ്ങളൊക്കെ ഇനിയൊക്കെ അപ്പപ്പോൾ അറിയാലോ എന്ന് ഇന്നലെ കൂടി ഇന്നത്തെ കാര്യം പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞതാ. ലിയോൺ ഒരു പ്ലേ ബോയ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ സമീപനം എന്തായിരിക്കുമെന്ന് ഒരു ഐഡിയയും ഇല്ലാത്തതുകൊണ്ട് അവൾക്കൊരു എക്സ്ക്യൂസീവ് ന്യൂസും അവൻ കാരണം കിട്ടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് അവനേക്കാൾ ഏറെ ബാധിക്കുന്നത് ഞങ്ങളെ കമ്പനിയാണ്. അതൊന്നും വൈവയ്ക്ക് അറിയണ്ടല്ലോ. അവൾക്ക് അവനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് ന്യൂസ് കിട്ടിയാൽ മാത്രം മതി. അവൾ ഹാപ്പി ആയിക്കോളും.
യുയങ് പറഞ്ഞ പോലെ തന്നെ എയർപോർട്ടിലേക്ക് കൃത്യം 10 മണിക്ക് തന്നെ ഞാൻ ഡ്രൈവ് ചെയ്തെത്തിയിരുന്നു. കാറ് പാർക്കിങ്ങിൽ നിർത്തിയിട്ട് കയ്യിലെ വാച്ചിലേക്ക് നോക്കി. ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ഞാൻ കാറിൽ നിന്നിറങ്ങി. അപ്പോൾ തന്നെ ലിയോണിൻ്റെ ലുഹാൻ്റെ പേര് എഴുതിയ ഒരു ബോർഡിനെ കുറിച്ച് ഓർമ്മ വന്നതും ഞാൻ വേഗം അത് കാറിൽ നിന്ന് എടുത്തിട്ട് സ്പീഡിൽ എയർപോർട്ടിൻ്റെ എൻട്രിയിലേക്ക് ഓടിക്കയറി. അപ്പോൾ തന്നെ എനിക്കെതിരായി വന്ന് ഏതൊരാളെ കൂട്ടിമുട്ടി ഞാൻ പിറകിലേക്ക് മലർന്നടിച്ച് വീഴാൻ പോയതും എന്നെ ഇടിച്ചിട്ട ആൾ തന്നെ എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അയാളിലേക്ക് എന്നെ ചേർത്ത് നിർത്തിയിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഞാനൊന്ന് റിവീൽ ചെയ്തെടുത്ത് കണ്ണുമൊഴിച്ച് അയാളിലേക്ക് ഞാനൊന്ന് നോട്ടം തെറ്റിച്ചു. മുഖം ഒരു ബ്ലാക്ക് മാസ്ക് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നെ നോക്കി നിൽക്കുന്ന അയാളെ കണ്ട് ഞാൻ പകച്ചു പോയ പോലെ അയാളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഹുവാൻ, നിങ്ങൾ ഹുവാനല്ലേ? എൻ്റെ ഫേവറേറ്റ് റോക്ക് സ്റ്റാർ മോഡലും ഹുവാനെ പോലെയുള്ള അയാളെ കണ്ണുകൾ കണ്ട് ഞാൻ അങ്ങേരെ ചോദിച്ചപ്പോൾ അയാൾ എന്നിലെ പിടിവിട്ട് അകന്ന് നിന്നിട്ട് ഹൂഡിയുടെ കേപ്പ് തലയിലേക്ക് ഇട്ട് എന്നെ നോക്കി പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അയാൾ പോയി. അത് ഹുവാൻ തന്നെയാണോ എന്നൊരു സംശയത്തോടെ ഞാൻ അതും ചിന്തിച്ച് നഖം കടിച്ചുകൊണ്ട് അവനെ നോക്കി എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന ബോധം തന്നെ എനിക്കുണ്ടാകുന്നത്. അതുകൊണ്ട് അപ്പോൾ തന്നെ തലക്കൊരു മേട്ടം കൊടുത്ത് കയ്യിലെ വാച്ചിലേക്ക് നോക്കി പതറിയടിച്ച് ഞാൻ എൻട്രൻസിലേക്ക് ചെന്നു. അപ്പോഴേക്കും തൻ്റെ ഹീൽസ് എനിക്ക് നല്ല അടാറ് പണി തന്നെ തന്നതുകൊണ്ട് പണ്ടാരമടക്കാൻ അത് പൊട്ടാനായി നിൽക്കുന്നു. അതുകൊണ്ട് കാലിലേക്ക് അതുപോലെ കയ്യിലെ ബോർഡിലേക്ക് നോക്കി അത് പോകുന്നവരിലേക്കൊക്കെ ചൂണ്ടിക്കാണിച്ച് ഞാൻ അവിടെ നിന്നപ്പോൾ സമയം അതിനനുസരിച്ച് നീങ്ങി തുടങ്ങുന്നുണ്ട്. സത്യം പറയാലോ എരിഞ്ഞു കയറി വരുന്നുണ്ട്. എനിക്ക് എൻ്റെ ചെഞ്ചുവിനെ കാണാനുള്ള സമയമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോപ്പന്മാർ ഇത് എവിടെ പോയി കിടക്കുക എന്നൊക്കെ മലയാളത്തിൽ പിറുപിറുത്ത് ഞാൻ അവിടെയുള്ള ആൾക്കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വലിഞ്ഞിട്ട് ഹീൽസ് പൊട്ടാതെ കാലിലേക്ക് നോക്കി. സ്പീഡിൽ അവിടെ നിന്ന് നീങ്ങിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് വേറെ ഏതൊരുത്തൻ എന്നെ തള്ളിയിട്ട് എന്നെയും മറികടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ കോപ്പിനെ കൊണ്ട് എൻ്റെ ഹീൽസ് പൊട്ടുകയും ചെയ്ത് എൻ്റെ ചന്തിക്ക് നല്ല സുഖവും കിട്ടി. എല്ലാം കൊണ്ട് എരിഞ്ഞു കയറി വന്ന സമയമായതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ അവിടെ ഇരുന്ന് എന്നെ തള്ളിയിട്ട് എന്നെ തുറച്ചു നോക്കി. എവിടെ നോക്കിയടാ പട്ടി നീ നടക്കുന്നേ എന്ന് നല്ല പച്ച മലയാളത്തിൽ തന്നെ ഞാൻ വിളിച്ചു കൂവിയതും ഏതൊരുത്തിയുടെ തോളിലൂടെ കൈയിട്ട് അവിടെ നിന്ന് പോകുന്ന അവൻ അപ്പോൾ തന്നെ അവിടെ ഒന്ന് സ്റ്റോപ്പായിക്കൊണ്ട് എന്നിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവൻ്റെ മുഖത്ത് നിന്ന് സ്പെക്സ് ഊരി മാറ്റി അവൻ എന്നെ ഒരു സംശയത്തോടെ നെറ്റിച്ചുളിച്ച് നോക്കിക്കൊണ്ട് വാട്ട് എന്ന് ചോദിച്ചതും അത് ഞാൻ വലിയ മെയിൻറ്റ് കൊടുക്കാതെ അവിടെ നിന്ന് എണീറ്റ് നിന്നിട്ട് ഒരു കയ്യിൽ ഹീൽസും പൊക്കി പിടിച്ച് അവന്മാർ പേരെഴുതിയ ബോർഡിന് വേണ്ടി 4 പാടും കണ്ണോടിച്ചു. ഈ കണ്ണുപൊട്ടം വന്നിടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് എങ്ങോട്ടോ തെറിച്ചു പോയതാണ്. ഇനി അതെവിടെ ചെന്ന് പിടിക്കുമെന്തോ. ഞാൻ അതും തപ്പി എൻ്റെ ചുറ്റും കണ്ണോടിച്ച് ഓരോന്ന് പിറുപുറത്ത് നടന്നപ്പോഴാണ് പെട്ടെന്ന് ആരോ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഞാൻ അറിഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ നെട്ടി തിരിച്ച് മുന്നോട്ട് നോക്കിയതും എൻ്റെ തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുന്ന ആളെ കണ്ട് ഞാനൊന്ന് പിറകിലേക്ക് വെച്ച് പോയി. What did you just say? എന്നെ ഇടിച്ചിട്ടവൻ എന്നെ നോക്കി അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ BP ഒക്കെ പെട്ടെന്ന് കൂടിയ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവനൊരു മറുപടി നൽകാൻ പറ്റാതെ ഞാൻ അവനെ കണ്ണുമീച്ച് നോക്കാൻ തുടങ്ങിയതും ബ്രൗൺ കളർ ഹെയറും ഡാർക്ക് ബ്രൗൺ കൺപിക്കും ലിപ്സ് ബ്ലാക്ക് കളർ ഡ്രസ്സുമൊക്കെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന അവനെ കണ്ട് എൻ്റെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആക്കാൻ തുടങ്ങി. ഞാൻ എന്തിനാപ്പം ഇങ്ങോട്ട് വന്നതെന്ന് വരെ ഞാൻ മറന്നു പോയിരുന്നു. I'm asking you, what did you say to me? എന്നവൻ വീണ്ടും എന്നോട് ചോദിച്ചപ്പോഴാണ് എൻ്റെ തലക്കടി കിട്ടിയ പോലെ ഞാൻ പെട്ടെന്ന് സ്ഥലകാല ബോധം വീണ്ടെടുത്തത്. Come on, honey, let's go. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തി അവനെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ എന്നെ തുറിച്ചു നോക്കി അവൻ്റെ സ്പെക്സ് എടുത്ത് വെച്ചിട്ട് അവിടെ നിന്ന് അവളെ കൂടെ പോയതും ശരിക്കും തുറുപ്പെടുത്ത് ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ തന്നെ അവൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ എൻ്റെ മനസ്സ് തോന്നി തുടങ്ങിയതും ഞാൻ അവിടെ നിന്നുകൊണ്ട് അവനിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ രണ്ടും കൂടി ഒരു കാറിൽ കയറി പോകുന്നത് കണ്ടു. ഞാൻ ഇതിനു മുൻപ് അവനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് എന്നോട് തന്നെ ഞാൻ ചോദിച്ചിട്ട് കുറച്ചു നേരം അത് ചിന്തിച്ച് നിന്നിട്ട് ആവോ എന്ന മട്ടിൽ തോളും പൊന്തിച്ചുകൊണ്ട് ഞാൻ മുന്നിലേക്ക് തിരിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിലുടക്കിയത് തന്നെ ലുഹാനെയാണ്. ലുഹാൻ്റെ ഫോട്ടോ MDയുടെ റൂമിൽ കണ്ടിട്ടുള്ളത് കണ്ട് തന്നെ ലുഹാനെ കണ്ടുപിടിക്കാൻ എനിക്ക് അധികം സമയം വേണ്ടി വന്നില്ല. ലുഹാനല്ലേ? ലുഹാൻ്റെ അടുത്തേക്ക് ഞെണ്ടി ചെന്നോണ്ട് ഞാൻ അവനോട് അങ്ങനെ ചോദിച്ചതും അവൻ സ്പെക്സ്മ ഊരി മാറ്റി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അതേ എന്ന് തലയാട്ടി. ഹായ് ലുഹാൻ, ഞാൻ ലക്കി. സെൻസാർ പറഞ്ഞിട്ട് നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞ് ഞാൻ അവന് കൈ കൊടുത്തപ്പോൾ അവൻ എനിക്കും തിരിച്ച് കൈ തന്നിട്ട് അവിടെ മൊത്തം ഒന്ന് കണ്ണോടിച്ച് നോക്കുന്നത് കണ്ട് ഞാൻ അവിടെയൊക്കെ ഒരു നോട്ടം നോക്കി. എന്ത് പറ്റി ലുഹാൻ? കാറ് നോക്കുകയാണോ? അത് പാർക്കിങ്ങിലുണ്ട്. ഞാനോ? അതല്ലടാ, ഞാൻ ലിയോണെ നോക്കായിരുന്നു. അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കണ്ടിരുന്നു, പക്ഷെ അവനെ കാണാനില്ല എന്നും പറഞ്ഞ് അവൻ ചുറ്റും കണ്ണോടിച്ച് നോക്കുന്നത് കണ്ട് ഇന്റർനാഷണൽ പ്ലേ ബോയ് അപ്പോഴേക്ക് ഇവിടുന്ന് മുങ്ങിയെന്ന് മനസ്സിൽ മൊഴിഞ്ഞോണ്ട് ഞാൻ അവിടെ ഒന്ന് കണ്ണോടിച്ചു. താൻ അവനെ കണ്ടില്ലേ? കുറച്ചു മുമ്പ് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നത് എന്ന് ലുഹ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ന് അവനോട് പറഞ്ഞതും അവൻ എന്തോ വല്ലാത്ത ദേഷ്യം വരുന്ന പോലെ എനിക്ക് തോന്നി. അവൻ അപ്പോൾ തന്നെ ഫോണെടുത്ത് ആർക്കോ വിളിക്കുന്നത് കണ്ട് ആ പ്ലേ ബോയ് എവിടെ പോയെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ തല പുകക്കാൻ നിന്നതും പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് എന്നെ ഇടിച്ചിട്ട് പോയ അവനെ ഓർമ്മ വന്നു. ലിയോൺ, ഇനി അവൻ വല്ലതും ആണോ? അറിയില്ലല്ലോ എൻ്റെ ദൈവമേ എന്നും ചിന്തിച്ചുകൊണ്ട് ഞാൻ കയ്യിലെ വാച്ചിലേക്ക് സമയം നോക്കിയിട്ട് ചെഞ്ചുവിനെ കാണേണ്ടത് ഓർത്തുകൊണ്ട് തലയിൽ കൈവച്ച് ലുഹാനിലേക്ക് നോട്ടം തെറ്റിച്ചു. ആരോ കോൾ എടുക്കാത്ത ദേഷ്യത്തിൽ അവൻ ഛേ എന്ന് പറഞ്ഞ് വീണ്ടും ഫോണിലേക്ക് നോക്കുന്നത് കണ്ട് എൻ്റെ നോട്ടം അറിയാതെ ആ ഫോണിലേക്ക് നീണ്ടതും സ്ക്രീനിൽ തെളിഞ്ഞു വന്ന മുഖം കണ്ട് ഞാനൊരു നിമിഷം ഷോക്കായി നിന്നു.
എന്നെ തള്ളിയിട്ട് ഏതൊരുത്തിയും കൊണ്ട് നേരത്തെ കാറിൽ കയറിപ്പോയ മഹാനാണ് ഇതാ ഈ ഇന്റർനാഷണൽ പ്ലേ ബോയ് ലിയോൺ എന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇതാണോ ലിയോൺ? എൻ്റെ ചോദ്യം കേട്ട് ലുഹാൻ എന്നെ ഒന്ന് പുരുകം ചുളിച്ച് നോക്കിക്കൊണ്ട് ഫോണിലേക്ക് നോക്കിയിട്ട് വീണ്ടും എന്നിലേക്ക് നോട്ടം തെറ്റിച്ചു. അപ്പൊ തനിക്ക് അവനെ അറിയില്ലേ? ഇതിനു മുൻപ് കണ്ട പരിചയം പോലും ഇല്ലേ? എനിക്കറിയില്ലായിരുന്നു ഇതാണ് ലിയോൺ എന്ന്. കുറച്ച് മുമ്പ് അവൻ ഒരു കാറിൽ കയറിപ്പോയത്. കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു. വാട്ട്? പെണ്ണോ? എന്ന് അവൻ കുറച്ച് ചാടി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പതിയെ അതേന്ന് മട്ടിൽ തലയാട്ടി കാണിച്ചതും ചെക്കൻ ദേഷ്യം കൊണ്ട് ഞെരിപ്പിരി കൊണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ തലക്ക് താങ്ങ് കൊടുത്ത് ഉരക്കം കൈ വെച്ച് അവിടെ നിന്നും പോയി.